Dear students, welcome to zoology class. Plus 1 zoologyയിലെ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററാണ് കഴിഞ്ഞ വിവിധ ക്ലാസ്സുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബയോമോളിക്യൂൾ എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നൽകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൻസൈംസിനെ കുറിച്ച് ഡിസ്കഷൻ ആരംഭിച്ചു. എൻസൈംസ് എന്താണ്, അവയുടെ പ്രത്യേകത, അതേപോലെ തന്നെ എൻസൈമിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ്, അതേപോലെ എൻസൈമിൻ്റെ ആക്ടിവിറ്റി പരിചയപ്പെടുന്ന സമയത്ത് ആക്ടിവേഷൻ എനർജി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഈ ഒരു ക്ലാസ്സിൽ ഈ ലാസ്റ്റ് പാർട്ടിൽ ആവശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ ബാക്കിയായിരിക്കുന്നത് എൻസൈംസിൻ്റെ ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ എൻസൈംസിൻ്റെ ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, അവസാനമായി നമുക്ക് എൻസൈംസിനെ ആക്റ്റീവാക്കി മാറ്റുന്ന കോ ഫാക്ടേഴ്സ് എന്നുള്ള ഘടകങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏതായാലും വളരെ കൃത്യമായി നമ്മൾ ക്ലാസ്സിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. ഞാൻ സാധാരണ പകുതിയിൽ പറയാറുള്ളത് പോലെ തന്നെ നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ഓരോ ഭാഗങ്ങളും അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ അറ്റൻറ്റീവായി നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായിട്ട് മുമ്പോട്ട് പോവാം. ഏതായാലും ഇന്നത്തെ ക്ലാസ് നമുക്ക് വളരെ കൃത്യമായി ആരംഭിക്കാം. സോ വെൽക്കം ബാക്ക്. 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സിന് നമുക്ക് ഒന്നാമത്തേതായിട്ട് ടെമ്പറേച്ചർ ആൻഡ് പി എച്ച്. ആക്ച്വലി ഇത് 2 ഫാക്ടേഴ്സാണ്, ടെമ്പറേച്ചർ വേറെ, പി എച്ച് വേറെ. പക്ഷേ അവയുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ഒരു സിംഗിൾ ഹെഡിങ്ങായി ഞാൻ നൽകിയിരിക്കുകയാണ്. ഇനി ഈ 2 ഫാക്ടേഴ്സ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയാം, കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. അതായത് ഒരു എൻസൈം ഏതൊരു സബ്സ്ട്രേറ്റിന് മുകളിലാണോ പ്രവർത്തിക്കുന്നത് ആ സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റാക്കി മാറ്റുകയാണ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ റോൾ നമ്മൾ പറയുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയുണ്ടോ അതിനനുസരിച്ച് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയിൽ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. സോ ഒരു ഫാക്ടറായി നമുക്ക് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ പരിചയപ്പെടാം. ഇനി അതേപോലെ തന്നെ എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ പ്രവർത്തിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു ഇൻഹിബിറ്ററുടെ പ്രസൻസ് ഉണ്ടാവുകയാണെങ്കിൽ, എന്താണ് ഇൻഹിബിറ്റർ, ഇൻഹിബിറ്ററുടെ പ്രസൻസ് എങ്ങനെയാണ് ഉണ്ടാകാൻ സാധ്യത എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇൻഹിബിറ്ററുടെ പ്രസൻസ് ഉണ്ടാവുകയാണെങ്കിലും എൻസൈമിൻ്റെ ആക്ടിവിറ്റി അഫക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, വിച്ച് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. ഫസ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ, സെക്കൻഡ് വൺ ഈസ് പി എച്ച്, തേർഡ് വൺ ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ദ പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റർ. അപ്പോൾ നമ്മളിത് ഒന്നാമത്തെ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു അതിനൊപ്പം തന്നെ പി എച്ചും ചർച്ച ചെയ്തു പോകും. കാരണം അവ രണ്ടിൻ്റെയും ആക്ടിവിറ്റി അല്ലെങ്കിൽ അവ അഫക്റ്റ് ചെയ്യുന്ന രീതി എന്നത് ഒരേപോലെ ആയതുകൊണ്ട്, ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരേപോലെ ആയതുകൊണ്ട്, ഈവൻ ഗ്രാഫ് പോലും ഒരേപോലെ ആയതുകൊണ്ട്, കാരണം ഇവയുടെയൊക്കെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന രീതി പരിചയപ്പെടുത്തുന്ന സമയത്ത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതിലെ ഗ്രാഫ് പോലും നമുക്ക് ഒരേപോലെ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറും പി എച്ചും നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്തു പോകാമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറും പി എച്ചും എങ്ങനെയാണ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി എഫക്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. സോ ഇവിടെ എൻസൈംസ് എന്ന് പറയുമ്പോൾ ദേ ഷോ ഹയസ്റ്റ് ആക്ടിവിറ്റി അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പി എച്ച്. എൻസൈംസ് ഒരു പ്രത്യേക പി എച്ചിലും അതേപോലെ പ്രത്യേക ടെമ്പറേച്ചറിലും അവയുടെ ആക്ടിവിറ്റി മാക്സിമമായി നമുക്ക് കാണാൻ കഴിയുന്നു, ഹയസ്റ്റ് ആക്ടിവിറ്റി പ്രകടിപ്പിക്കുന്നു. ഈ ടെമ്പറേച്ചറിനെയും അതേപോലെ തന്നെ ഈ പി എച്ചിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ, ഓപ്റ്റിമം പി എച്ച്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം, വാട്ട് യു മീൻ ബൈ ഓപ്റ്റിമം ടെമ്പറേച്ചർ, വാട്ട് യു മീൻ ബൈ ഓപ്റ്റിമം പി എച്ച്. ഇൻ ദ കേസ് ഓഫ് എൻസൈം ആക്ടിവിറ്റി, optimum temperature is the temperature at which enzyme shows its highest activity. Or optimum pH എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം, ഇറ്റ് ഈസ് ദ pH at which enzyme shows its highest activity. അപ്പോൾ ഞാനത് ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് ടെമ്പറേച്ചറും അതേപോലെ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയും ഷോ ചെയ്യുന്ന
അല്ലെങ്കിൽ അവയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഗ്രാഫാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കണം. ഈ ഗ്രാഫ് ആവശ്യമില്ല, അത് കുറച്ചുകൂടെ എക്സ്ട്രാ എക്സ്പ്ലനേഷന് വേണ്ടി നൽകിയിരിക്കുന്ന ഗ്രാഫാണ്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫ് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ രണ്ട് ഗ്രാഫ് ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് പറയാം. എൻസൈമിൻ്റെ ആക്ടിവിറ്റിയാണ് വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത്, ടെമ്പറേച്ചറാണ് നമുക്ക് എക്സ് ആക്സിസിൽ കാണാൻ കഴിയുന്നത്. ടെമ്പറേച്ചർ കൂടി വരുന്നു. ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ നമുക്കവിടെ പ്രത്യേകിച്ച് ടെമ്പറേച്ചർ എത്രയെന്ന് മാർക്ക് ചെയ്തിട്ടില്ല. ഞാൻ എക്സ്ട്രാ നൽകിയിരിക്കുന്ന ഗ്രാഫിനകത്ത് നോക്കുക. 0, 10, 20, 30, 40, 50 അങ്ങനെ ടെമ്പറേച്ചർ കൂടി വരുന്നു. ഡിഗ്രി സെൽഷ്യസിലാണ് കൊടുത്തിരിക്കുന്നത്. എൻസൈമിൻ്റെ ആക്ടിവിറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വൈ ആക്സിസിലുണ്ട്. നമുക്ക് 0-ൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റി വളരെ ലോ ആണ്. ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി പയ്യെ എന്താണ് ഉയർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അങ്ങനെ അതൊരു പരമാവധി ഒരു പീക്കിലേക്ക് എത്തിച്ചേർന്നതായിട്ട് കാണാൻ പറ്റും. ഈ പീക്ക് എത്തിച്ചേർന്ന സമയത്ത് നമ്മൾ താഴേക്ക് ടെമ്പറേച്ചറിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും 40യുടെ അടുത്ത്. യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് നടക്കുന്ന എൻസൈമിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് അത് മാക്സിമം സാധ്യമാകുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറായ 37-ലാണ്. അതുകൊണ്ടാണ് ഇവിടെ 37 അല്ലേ അതിനടുത്ത് നമുക്ക് ഓപ്റ്റിമം ടെമ്പറേച്ചറായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് ഈ എൻസൈം ആക്ടിവിറ്റി പീക്കിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സമയത്ത് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ടെമ്പറേച്ചർ എന്താണോ ദാറ്റ് ഈസ് ദ ഓപ്റ്റിമം ടെമ്പറേച്ചർ. പി എച്ചിൻ്റെ കാര്യം അതേപോലെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതായാലും നമുക്ക് ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് ഈ ഓപ്റ്റിമം വാല്യൂ, അത് പി എച്ച് ആവട്ടെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആവട്ടെ, ആ ഓപ്റ്റിമം വാല്യൂവിൻ്റെ ബിലോ ആൻഡ് എബോ രണ്ടിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത് എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, താഴ്ന്നതായിട്ട് കാണാൻ പറ്റുന്നു. അതായത് നമ്മൾ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. അതിന് താഴേക്ക് നോക്കുന്ന സമയത്ത് എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യുന്നു. ഇനി ഈ 37 മുകളിലേക്ക് പോയാലും എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യുന്നു. അത് തന്നെയാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഗ്രാഫിലും കാണാൻ പറ്റുന്നത്. താഴേക്കും അതേപോലെ തന്നെ എന്താണ് ടെമ്പറേച്ചർ ഓപ്റ്റിമത്തിൽ താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും ആക്ടിവിറ്റി കുറവാണ് അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നു. ഇനി അടുത്ത മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡിക്ലൈനിങ്? എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അറ്റ് ലോ ടെമ്പറേച്ചർ വളരെ ലോ ആണെങ്കിൽ എൻസൈംസ് ആർ ടെമ്പററിലി ഇനാക്റ്റീവ്. ആക്ച്വലി എൻസൈം താൽക്കാലികമായിട്ട് ഇനാക്റ്റീവായി മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ലോ ടെമ്പറേച്ചറിൽ. ഇവിടെ ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ പല പ്രോഡക്റ്റുകളുടെയും എസ്പെഷ്യലി നമ്മുടെ ഫുഡ് പ്രോഡക്ട്സിൻ്റെയും മറ്റൊക്കെ സ്റ്റോറേജിൽ സ്വീകരിക്കുന്നത്. അതാണ് നമുക്ക് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ, റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് മെറ്റീരിയൽസും സാധാരണഗതിയിൽ പ്രശ്നമില്ലാതെ അല്ലേ നമുക്ക് കേടുകൂടാതെ പ്രിസർവ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ സാധ്യമാകുന്നത് മനസ്സിലാക്കുക. അതായത് ഈ ലോ ടെമ്പറേച്ചറിൽ യഥാർത്ഥത്തിൽ ബാക്ടീരിയവും അതേപോലെ മറ്റെന്താണ് ഫംഗയൊക്കെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർഗാനിസം മൈക്രോ ഓർഗാനിസംസ് ആണ് ഫുഡ് ഐറ്റംസിനൊക്കെ എന്ത് ചെയ്യുന്നത് ഡിസ്ട്രോയ് ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ അതിനെന്താണ് ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പോൾ ഈ ലോ ടെമ്പറേച്ചറിൽ ബാക്ടീരിയക്ക് മറ്റൊന്നും ജീവിക്കാൻ പറ്റില്ല ബിക്കോസ് ദെയർ എൻസൈംസ് ആർ ഇനാക്റ്റീവ് അറ്റ് ദാറ്റ് ടൈം. എന്ന് വെച്ചാൽ ആ ഫുഡ് മെറ്റീരിയൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അവിടെ ബാക്ടീരിയയിൽ നടത്തുണ്ടോ? ഇല്ല. ടെമ്പറേച്ചർ എന്താ പറയുക ഫേവറബിളായി മാറുന്ന സമയത്ത് അതിനകത്തുണ്ടായിരിക്കുന്ന ബാക്ടീരിയക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ലോ ടെമ്പറേച്ചർ എന്നുള്ളത് എൻസൈം ടെമ്പററി ഇനാക്റ്റീവായി മാറുന്നു എന്നാണ്. പൂർണ്ണമായിട്ടും എൻസൈംസ് ഡിസ്ട്രോയിഡ് ആണെന്ന് അർത്ഥമില്ല എന്ന് ചുരുക്കം. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? അറ്റ് ഹൈ ടെമ്പറേച്ചർ എൻസൈംസ് ഡിസ്ട്രോയിഡ്. അവിടെയാണ് പ്രധാനം. എൻസൈംസ് എന്ത് സംഭവിച്ചു? ദേ ആർ ഡിസ്ട്രോയിഡ് ബിക്കോസ് പ്രോട്ടീൻസ് ആർ ഡീനേച്ചേർഡ് ബൈ ഹീറ്റ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പ്രോട്ടീൻസിൻ്റെ കെമിക്കൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈംസിൻ്റെ കെമിക്കൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. മെജോറിറ്റി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 99.9 അല്ലെങ്കിൽ എന്താണ് ആൾമോസ്റ്റ് ഓൾ എൻസൈംസ് എന്ന് പറയാൻ നമുക്ക് എല്ലാം ആരാണ്? പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാക്കുന്ന സമയത്ത് ദേ ബിക്കംസ് ഡീനേച്ചേർഡ്. അവയുടെ ആ കോമ്പോസിഷൻ നഷ്ടമായിട്ട് അവ ഡീനേച്ചേർഡായി മാറുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഹൈ ടെമ്പറേച്ചർ കൊണ്ട് ഡിസ്ട്രോയിഡായി മാറിപ്പോകുന്നു അല്ലെങ്കിൽ ഡീനേച്ചേർഡായി മാറുന്നു. ഇത് ചോദിക്കാട്ടോ അല്ലേ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിക്ലൈനിങ് ദ ആക്ടിവിറ്റി ഓഫ് ദ enzyme below and above the optimum temperature or optimum pH? ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അറ്റ് ലോ ടെമ്പറേച്ചർ എൻസൈംസ് ആർ ടെമ്പററിലി ഇനാക്റ്റീവ്. അറ്റ് ഹൈ ടെമ്പറേച്ചർ എൻസൈംസ് ആർ ഡിസ്ട്രോയിഡ് ഡ്യൂ ടു ഡീനേച്ചറിങ് ഓഫ് ദ പ്രോട്ടീൻ അല്ലേ, ഹീറ്റ് ഡീനേച്ചർ ചെയ്യുകയാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ഓർഗാനിസംസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞിരിക്കുന്ന
ഹൈ ടെമ്പറേച്ചറിലും ആക്റ്റീവായി മാറാൻ കഴിയുന്ന തരത്തിലുള്ള ചില എൻസൈംസ് അവൈലബിൾ ആയിരിക്കുന്ന ചില ഓർഗാനിസംസ് ഉണ്ട്. അവയെ നമുക്ക് തെർമോഫിലിക് ഓർഗാനിസംസ് എന്ന് പറയാം. തെർമോഫിലിക് ബാക്ടീരിയയിലൊക്കെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് ഹൈ ടെമ്പറേച്ചറിലും എന്താ പറയുക ആക്റ്റീവായി നിൽക്കാൻ പറ്റുന്നു. ഒരു 80-90 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പോലും എന്താണ് ആക്റ്റീവായി നിൽക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള എൻസൈമുകൾക്ക് എക്സെപ്ഷണൽ കേസാണ്. അത്തരത്തിലുള്ള എൻസൈമുകൾ എന്താണ് ഹൈ ടെമ്പറേച്ചറിലും ആക്റ്റീവായി നിലകൊള്ളുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനോർഗാനിക്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ഇനോർഗാനിക് കാറ്റലിസ്റ്റുകളാണെങ്കിൽ ദേ വർക്ക് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓൾസോ. എന്ത് ചെയ്യുന്നു? വളരെ കൂടിയ ടെമ്പറേച്ചറിലും പ്രഷറിലും വർക്ക് ചെയ്യുന്നതായിട്ട് കാണും. ഞാൻ നേരത്തെ എക്സാമ്പിളായിട്ട് അമോണിയയുടെ മാനുഫാക്ചറിങ്ങിൽ അയൺ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഇനോർഗാനിക് കാറ്റലിസ്റ്റുകളാണെങ്കിൽ അവയ്ക്ക് ഹൈ ടെമ്പറേച്ചറിലും ഒരു കുഴപ്പമുണ്ടാവില്ല, ഹൈ പ്രഷറിലും ഒരു കുഴപ്പമുണ്ടാവില്ല. ബട്ട് ഇൻ ദ ഗിസ് ഓഫ് എൻസൈംസ്, ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളായ എൻസൈമുകൾക്ക് they become damaged at high temperature, that is normally above 40 degrees Celsius. 37 ആണ് ഏറ്റവും നല്ല ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. അതൊരു 40 above ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നു? ദ എൻസൈംസ് ബിക്കം ഡീനേച്ചർ ഓർ ഡാമേജ്ഡ്. ഒരു എക്സെപ്ഷണൽ കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തെർമോഫിലിക് ഓർഗാനിസംസിൽ എൻസൈംസ് ഉണ്ട്, അവ സ്റ്റേബിൾ ആയിരിക്കും ഈവൺ അറ്റ് ഹൈ ടെമ്പറേച്ചർ 80-90 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഒരു കുഴപ്പമില്ലാത്ത എന്താ പറയുക ഓർഗാനിസംസ് ഉണ്ട്. തെർമോഫിലസ് അക്വാറ്റിക്കസ് എന്നൊക്കെ പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്, ചൂട് നീരുറവുകളിൽ കാണുന്ന ബാക്ടീരിയയാണ്. ഓക്കെ, അപ്പോൾ ആ ബാക്ടീരിയക്കുള്ള പ്രത്യേകത വെരി ഹൈ ടെമ്പറേച്ചർ, ചൂടുള്ള 80-90-100 ഡിഗ്രി സെൽഷ്യസ് വരെ ഒരു കുഴപ്പമില്ലാതെ എന്താണ് ജീവിച്ചു പോകാൻ പറ്റുന്ന ഓർഗാനിസംസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ നോർമലി അങ്ങനെയല്ല, എൻസൈംസ് ഹൈ ടെമ്പറേച്ചറിൽ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയി മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇവിടെ ടെമ്പറേച്ചറിൻ്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ സമയത്ത് തന്നെ പി എച്ചും ഇതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. അതായത് പി എച്ചിൻ്റെ കാര്യത്തിലും എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓപ്റ്റിമം പി എച്ചിൽ അത് ഏറ്റവും മാക്സിമം കാണാൻ പറ്റും. അതേപോലെ തന്നെ മുകളിലേക്കും താഴേക്കും പോകുന്ന സമയത്ത് എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യും. ഇതിനൊരു കൃത്യമായ വാട്ട് ഇസ് ദ റീസൺ എന്നത് പറയുന്നില്ല. അതായത് ഇവിടെ നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂടി വരുന്നു അല്ലേ? അത് മാക്സിമം അല്ലെങ്കിൽ ഓപ്റ്റിമം എന്താ പറയുക പി എച്ചിൽ മാക്സിമം ആക്ടിവിറ്റി കാണാൻ പറ്റുന്നു. വീണ്ടും പി എച്ച് കൂടുന്ന സമയത്ത് ആക്ടിവിറ്റി കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മാക്സിമം ആക്ടിവിറ്റിയുള്ള ആ ഒരു സമയത്ത് നമ്മുടെ എക്സ് ആക്സിസിലേക്ക് നോക്കിയാൽ അവിടെ നമുക്ക് 6-നും 8-നും ഇടയിൽ, അതായത് 7 മീൻസ് ന്യൂട്രൽ പി എച്ചിലാണ് ഓൾമോസ്റ്റ് ഒട്ടുമിക്ക എൻസൈമുകളും പരമാവധി നല്ല രൂപത്തിൽ ആക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 7 എന്ന പി എച്ച് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ പി എച്ച് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 7 പി എച്ച് 7-ൽ താഴെയാണെങ്കിൽ നമുക്കറിയാം അത് അസിഡിക് പി എച്ച് ആണ്. പി എച്ച് 7-ൽ മുകളിലാണെങ്കിൽ അത് ആൽക്കലൈൻ പി എച്ച് ആണ്. അപ്പോൾ എൻസൈമുകളെ അസിഡിറ്റിയും ആൽക്കലൈനിറ്റിയും അഫക്റ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ ഓർക്കത്ത് വെക്കേണ്ടത്. ന്യൂട്രൽ പി എച്ചിലാണ് അതിന് കൂടുതൽ നന്നായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഗ്രാഫല്ല, ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന എൻസൈം ആക്ടിവിറ്റിയും പി എച്ചും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഗ്രാഫാണ് നിങ്ങൾ ഡ്രോ ചെയ്ത് പഠിക്കേണ്ടത്. ഒരുപക്ഷെ ഈ ഗ്രാഫ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് വെച്ചുകൊണ്ടോ നമുക്ക് ഇതെന്താണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഒപ്റ്റിമം പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ എന്തുകൊണ്ടാണ് ലോ ആൻഡ് ഹൈ ടെമ്പറേച്ചറിലും ഒക്കെ എൻസൈംസ് അവയുടെ ആക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ബോർഡ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കാണാറുണ്ട്. ഏതായാലും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പി എച്ചും അതേപോലെ തന്നെ ടെമ്പറേച്ചറും എങ്ങനെയാണ് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലേക്ക് വരാം. അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനാണ്. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയുടെ ആ ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഓർക്കുന്നുണ്ട്. അതായത് എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് ജോയിൻ ചെയ്ത് ES എന്നുള്ളൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ആ ES പിന്നീട് EP എന്നുള്ളൊരു കോംപ്ലക്സായി മാറും. എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആണ്. പിന്നീട് എൻസൈം വേറെ, പ്രോഡക്റ്റ് വേറെയായി മാറും. ചുരുക്കി പറഞ്ഞാൽ ഒരു എൻസൈം ഒരു സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അത് വെച്ചുകൊണ്ട് വേണം നമുക്കിവിടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ സാധാരണഗതിയിൽ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടുന്ന സമയത്ത് ദ വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ റൈസസ് ഫസ്റ്റ്
ആൻഡ് ഇറ്റ് റീച്ചസ് എ മാക്സിമം വെലോസിറ്റി. നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് കാണാൻ പറ്റും. ഗ്രാഫ് ശ്രദ്ധിക്കുക. വെലോസിറ്റി റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയാണ് ഈ വെലോസിറ്റി റിയാക്ഷൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഡബിൾ ബ്രാക്കറ്റ് ചെയ്തുകൊണ്ട് എസ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. എസ് സ്റ്റാൻഡ്സ് ഫോർ സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ സൂചിപ്പിക്കാനാണ് ഈ ഡബിൾ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ഡബിൾ ബ്രാക്കറ്റ് കൊടുത്ത എസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് മനസ്സിലാക്കി വെക്കണം. അത് എക്സ് ആക്സിസിലുണ്ടോ അല്ലേ. ഇനി നമുക്ക് ഇവിടെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടി എക്സ് ആക്സിൽ അതിൻ്റെ വാല്യൂ കൂടി വരുന്നു. അതിനനുസരിച്ച് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ കൂടി പോകുന്നു. പക്ഷേ ഒരു നിശ്ചിത സമയമാകുന്ന സമയത്ത്, അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഒരു ഡെഫിനിറ്റ് ലെവൽ എത്തുന്ന സമയത്ത് അല്ലേ, എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ദ വെലോസിറ്റി ഓഫ് എൻസൈം ആക്ടിവിറ്റി ദാറ്റ് ബിക്കംസ് മാക്സിമം, അതായത് വി മാക്സ് എന്ന് സൂചിപ്പിച്ച കാണാൻ പറ്റും. നമുക്ക് മാക്സിമം വെലോസിറ്റിയിലേക്ക് പോകുന്നു. ഇനി എന്താ സംഭവിക്കുക? ഇനി നിങ്ങൾ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഫർദർ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രാഫ് നമ്മളോട് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നു അല്ലേ, there will be no further എന്താ പറയുക ഇൻക്രീസ് ഇൻ ആക്ടിവിറ്റി. അതായത് ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു എന്താണ് സ്റ്റേഷനറി ലെവൽ അല്ലെങ്കിൽ ഒരു വി മാക്സ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടിയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ദിസ് ഈസ് നോട്ട് എക്സീഡ് ബൈ ഫർദർ റൈസ് ഇൻ കോൺസെൻട്രേഷൻ ബിക്കോസ് എൻസൈം മോളിക്യൂൾസ് ആർ ഫ്യൂവർ ദാൻ ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. അവിടെ റീസൺ അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു വി മാക്സിന് ശേഷം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടിയാലും വെലോസിറ്റി ഓഫ് റിയാക്ഷൻ വർദ്ധിക്കാത്തത്? അവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. ഞാനത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ലൈഡിലെ അടുത്ത ഭാഗത്ത് കാണുന്ന ഒരു പിന്നെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അവിടെയുള്ള പിക്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ നോക്കാം. എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ ആദ്യം സബ്സ്ട്രേറ്റ് ആണ് ഈ കുഞ്ഞു പിന്നെ ഒരു ഡോട്ടായിട്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എൻസൈം കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 1, 2 സബ്സ്ട്രേറ്റുകളുടെ മാത്രം മോളിക്യൂളേ ഉള്ളൂ. പക്ഷേ 1, 2, 3, 4, 5 എൻസൈമുകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2 സബ്സ്ട്രേറ്റുകളെ ഈ ഒരു എന്താണ് പിന്നെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് വ്യൂഹത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ആ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റും. ആര്? ഇവിടെയുള്ള എൻസൈം. കാരണം എന്താണ്, ഇഷ്ടംപോലെ എൻസൈം ഉണ്ട്. നമ്മൾ അടുത്ത ഘട്ടത്തിൽ എന്താ ചെയ്യുന്നത്? 1, 2, 3, 4, 5 സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിന് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഓരോ സബ്സ്ട്രേറ്റ് മോളിക്യൂളുകൾക്കും ബൈൻഡ് ചെയ്യാൻ പാകത്തിൽ നമ്മുടെ അടുത്ത് ആരുണ്ട്? എൻസൈമുകളുണ്ട്. അപ്പോൾ ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ എൻസൈമിൻ്റെയും അതേപോലെ തന്നെ സബ്സ്ട്രേറ്റിൻ്റെയും നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എന്താ പറയുക എൻസൈം ആൻഡ് സബ്സ്ട്രേറ്റ് സെയിം ആണ്. അപ്പോൾ അവിടെയും നമുക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ റിയാക്ഷൻ നടക്കുമെന്ന് പറയാം. ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത്? വീണ്ടും ഇതിനകത്തേക്ക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് വി ആർ ഇൻക്രീസിങ് ഫർദർ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വീണ്ടും കൂട്ടുകയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. പലപ്പോഴും കുട്ടികൾക്ക് ഈ ഒരു ഭാഗം കൺഫ്യൂഷൻ ആകാറുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്താ റീസൺ? അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന എൻസൈം മോളിക്യൂൾ കൂടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആദ്യവും 5 തന്നെ, രണ്ടാമത്തെ കേസിലും 5 തന്നെ, മൂന്നാമത്തെ കേസിലും എന്താണ് ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വന്ന സമയത്തും എൻസൈംസ് 5 തന്നെയുള്ളൂ. അപ്പോഴെന്താ സംഭവിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ ഓരോ എൻസൈമും ഓരോ സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ പതിയെ പ്രോഡക്റ്റ് ആക്കി മാറ്റി അങ്ങനെ ഈ എന്താ പറയുക ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂൾ പ്രോഡക്റ്റായി മാറിക്കഴിഞ്ഞാൽ ആ എൻസൈം ഫ്രീ ആകണം. ആ ഫ്രീ ആയ എൻസൈം വന്ന് വീണ്ടും അടുത്ത സബ്സ്ട്രേറ്റിനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. എന്ന് വെച്ചുകൊണ്ടാണ് അവിടെ എന്താ പറയുക നേരത്തെ തൊട്ട് മുമ്പ് നടന്ന റിയാക്ഷൻ്റെ റേറ്റ് എത്രയായിരുന്നോ അതേ റേറ്റിൽ തന്നെ മാത്രമേ ഇപ്പോഴും റിയാക്ഷൻ നടക്കുകയുള്ളൂ എന്ന് പറയാം അല്ലേ. റീസൺ എന്താണ്? ദർ ഈസ് നോ ഫ്രീ എൻസൈം മോളിക്യൂൾ ടു ബൈൻഡ് വിത്ത് അഡീഷണൽ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. നിങ്ങൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടുന്നതിൻ്റെ ഭാഗമായി വീണ്ടും ആഡ് ചെയ്തുകൊണ്ടേയിരുന്ന സബ്സ്ട്രേറ്റുകളുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഫ്രീ എൻസൈം മോളിക്യൂൾസ് ഉണ്ടോ? ഇല്ല. ഇല്ലാത്തിടത്തോളം കാലം നിങ്ങൾ വി മാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫർദർ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വർദ്ധിച്ചതുകൊണ്ട് എൻസൈം ആക്ടിവിറ്റി കൂടില്ല എന്ന് ചുരുക്കം. എൻസൈംസ് മോളിക്യൂൾ കുറച്ചും സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ധാരാളവും. എൻസൈം മോളിക്യൂൾസ് ആർ ഫ്യൂവർ ആൻഡ് ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ആർ ഹയർ അല്ലേ. അതാണ് ഇവിടെ ഒരു പെർട്ടിക്കുലർ എന്താണ് സ്റ്റേജിന് ശേഷം ഈ എന്താ പറയുക റിയാക്ഷൻ്റെ വെലോസിറ്റി വർദ്ധിക്കാതിരിക്കാനുള്ള കാരണമെന്ന് മനസ്സിലാക്കി വെക്കാം.
ഓക്കെ, ആ ഭാഗം നിങ്ങൾക്ക് ഗ്രാഫ് കൃത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും വൈയിൽ വെലോസിറ്റി ഓഫ് റിയാക്ഷനോ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് പോകുന്നതുകൊണ്ടാണ് വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നു കൂടിപ്പോട്ടെ, അതിനനുസരിച്ച് വെലോസിറ്റിയും വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വി മാക്സ് എന്നുള്ള മാക്സിമം വെലോസിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എത്ര സബ്സ്ട്രേറ്റ് കൂട്ടിയാലും വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഓർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വർദ്ധിക്കില്ല. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ചില കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ സർ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്ന് ചോദിക്കാം അല്ലേ. അതായത് ഇവിടെ നമുക്ക് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ആദ്യഘട്ടത്തിൽ വളരെ ഫാസ്റ്റായി വരുന്നില്ലേ? അങ്ങനെ ഫാസ്റ്റായി വരുന്ന സമയത്ത് ഈ വി മാക്സ് എന്നുള്ള വെലോസിറ്റി, അതായത് മാക്സിമം വെലോസിറ്റിയുടെ ഹാഫ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനെ നമുക്ക് വി മാക്സ് ബൈ 2 എന്ന് എഴുതിക്കൂടെ? കാരണം വി മാക്സിന്റെ പകുതി വി മാക്സ് ബൈ 2. ആ വി മാക്സ് ബൈ 2 എന്നുള്ള ആ ഒരു സമയത്ത് നമ്മൾ എത്ര സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് താഴേക്ക് നോക്കിയാൽ അവിടെ നമുക്കൊരു വാല്യൂ കാണാൻ പറ്റും. ഇതാണ് Km വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ മിഖാലിസ് കോൺസ്റ്റന്റ് എന്ന് പറയും. നമ്മൾക്ക് അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല അല്ലേ. അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഉള്ള ഗ്രാഫിൽ Km എന്ന് മാത്രം കാണിച്ചിട്ടേ ഉള്ളൂ. ഏതായാലും എന്താണ് പിന്നെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലെ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് നമ്പർ ആണത് മിഖാലിസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഓരോ എൻസൈമുകൾക്കും Km വാല്യൂ വ്യത്യാസം ഉണ്ടാകും. എല്ലാ എൻസൈമുകൾക്കും സെയിം ആയിരിക്കില്ല, പക്ഷേ ഒരു പെർട്ടിക്കുലർ എൻസൈമിന് ആ Km വാല്യൂസ് എന്താ പറയുക സെയിം ആയിരിക്കുകയും ചെയ്യും ഏത് കണ്ടീഷനിലും. ഓക്കെ, അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ മിഖാലിസ് കോൺസ്റ്റന്റ് കണ്ടെത്തിയാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് എന്താണ് സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിയുമെന്ന് ആ Km വാല്യൂ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതൊരു ഇൻഡിക്കേഷൻ ആണ്. നമുക്ക് ആ എന്താ പറയുക എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടിയായിട്ട് Km വാല്യൂ കണക്കാക്കാറുണ്ട്. നിങ്ങൾക്ക് അത്രത്തോളം പറയാനൊന്നുമില്ല. എന്താ Km വാല്യൂ ചോദിച്ചാൽ നമുക്ക് ഇത്ര മാത്രം പറഞ്ഞാൽ മതി. വെൻ ദ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ബിക്കംസ് വി മാക്സ് ബൈ 2, വി മാക്സിന്റെ പകുതിയാകുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വിളിക്കുന്ന പേരാണ് Km വാല്യൂ എന്ന് മാത്രം ഓർത്തു വെക്കുക. കൂടുതൽ ആലോചിച്ചിട്ട് തല പുണ്ണാക്കരുത്. ഓക്കെ, യെസ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റർ. നോക്കാം, നമുക്ക് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ തടസ്സപ്പെടുന്ന തരത്തിലുള്ള ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? ഉള്ള പ്രവർത്തനത്തെ താൽക്കാലികമായി തടസ്സപ്പെടുത്തുന്നതാണ് അല്ലേ. അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചില സ്പെസിഫിക് കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻഹിബിറ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ ദ ബൈൻഡിങ് ഓഫ് സ്പെസിഫിക് കെമിക്കൽസ് അല്ലെങ്കിൽ ഇൻഹിബിറ്റർ ഷട്ട്സ് ഓഫ് ദ എൻസൈം ആക്ടിവിറ്റി. ദിസ് ഈസ് കോൾഡ് ഇൻഹിബിഷൻ. ഒന്ന് വ്യക്തമാക്കി പറഞ്ഞുതരാം. അതായത് എൻസൈമിൻ്റെ ആക്ടിവിറ്റി വളരെ കൃത്യമായി നടക്കണമെങ്കിൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ എൻസൈംസ് നമ്മുടെ സബ്സ്ട്രേറ്റുമായിട്ട് കൂടിച്ചേരുന്ന സമയത്ത് ആ എൻസൈമുമായിട്ട് സബ്സ്ട്രേറ്റ് അല്ലാത്ത മറ്റൊരു കെമിക്കൽ വന്ന് ബൈൻഡ് ചെയ്യുക. അപ്പോൾ ഇത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ആർക്ക് കഴിയില്ല? എൻസൈമിന് കഴിയില്ല. അപ്പോൾ ഇത്തരത്തിൽ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിയുന്ന സബ്സ്ട്രേറ്റ് അല്ലാത്ത മറ്റ് കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻഹിബിറ്റർ എന്നുള്ളത്. അത്തരത്തിൽ ഇൻഹിബിറ്റേഴ്സിന്റെ പ്രസൻസ് കൊണ്ട് എൻസൈമിന്റെ ആക്ടിവിറ്റി ഷട്ട് ഓഫ് ചെയ്യപ്പെടുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ഇൻഹിബിഷൻ എന്ന് വിളിക്കാമെന്ന് മനസ്സിലാക്കാം. ഇനി ദ ഇൻഹിബിറ്റർ ക്ലോസ്ലി സിമിലർ ടു ദ സബ്സ്ട്രേറ്റ്. ചില ഇൻഹിബിറ്റേഴ്സിന്റെ പ്രത്യേകത അവയുടെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ട്രേറ്റ് പോലെ തന്നെയായിരിക്കും. എങ്ങനെ? സബ്സ്ട്രേറ്റിന്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ ഇൻഹിബിറ്ററുടെ സ്ട്രക്ചറും സെയിം ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഇൻഹിബിറ്ററിന് വന്നിട്ട് നേരെ നമ്മുടെ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ തന്നെ ബൈൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് ഞാനിവിടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എൻസൈമാണിത് അല്ലേ. യഥാർത്ഥത്തിലുള്ള സബ്സ്ട്രേറ്റ് ആണ് ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഈ യെല്ലോ കളറിലുള്ള സബ്സ്ട്രേറ്റിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കുക. അത് വളരെ കൃത്യമായിട്ട് എന്താ പറയുക ഈ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് സ്യൂട്ട് ആകുന്ന തരത്തിലല്ലേ ഉള്ളത്. നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഈ യെല്ലോ കളേർഡ് ആയിരിക്കുന്ന സബ്സ്ട്രേറ്റിന് വളരെ കൃത്യമായിട്ട് എൻസൈമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും യഥാർത്ഥത്തിൽ. പക്ഷേ അവിടെ ഒരു ഇൻഹിബിറ്റർ വരുന്നു. ഈ ഇൻഹിബിറ്ററുടെയും ഷേപ്പ് നമ്മുടെ സബ്സ്ട്രേറ്റ് പോലെ തന്നെയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഇൻഹിബിറ്റർ പോയിട്ട് എൻസൈമിൻ്റെ ഈ ആക്റ്റീവ് സൈറ്റിൽ അങ്ങ് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാലോ പിന്നീട് അവിടെ നമ്മുടെ സബ്സ്ട്രേറ്റിന് വരാൻ പറ്റുമോ? ഇല്ല അല്ലേ. അങ്ങനെ വരാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ തരത്തിൽ സബ്സ്ട്രേറ്റിൻ്റെയും അതേപോലെ തന്നെ ഇൻഹിബിറ്ററുടെയും ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ
സെയിം ആണെങ്കിൽ, ഒരേപോലെയാണെങ്കിൽ അത്തരം ഇൻഹിബിറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ. ഓക്കെ, അപ്പോൾ ദ ഇൻഹിബിറ്റർ വിച്ച് ഇസ് ക്ലോസ്ലി റിസംബ്ലിംഗ് ഓർ സിമിലർ ടു ദ സബ്സ്ട്രേറ്റ് ഈസ് കോൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ. അല്ലേ, ഇറ്റ് കോമ്പീറ്റ്സ് വിത്ത് സബ്സ്ട്രേറ്റ്. എന്തുകൊണ്ടാണ്? സബ്സ്ട്രേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. എനിക്കാണോ ബൈൻഡ് ചെയ്യാൻ പറ്റുക, ഇനി അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ആണോ ബൈൻഡ് ചെയ്യാൻ പറ്റുക, ആ തരത്തിൽ കോമ്പീറ്റ് ചെയ്യും. അല്ലേ, ഫോർ ദ ബൈൻഡിങ് സൈറ്റ് ഓഫ് ദ എൻസൈം, എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റായ ബൈൻഡിങ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആസ് എ റിസൾട്ട് ദ സബ്സ്ട്രേറ്റ് കനോട്ട് ബൈൻഡ് ആൻഡ് ദ എൻസൈം ആക്ഷൻ ഡിക്ലൈൻസ്. ഇതാണ് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ അല്ലാത്ത ഇൻഹിബിറ്റേഴ്സും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം. അത് നമുക്ക് ഈ ഭാഗത്തുള്ള ഡയഗ്രം നോക്കിയാൽ കാണാൻ പറ്റും. ഇത് എൻസൈമാണ്. നോക്കാം, എൻസൈം ഇവിടെ ഉണ്ട് അല്ലേ. ഈ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, സബ്സ്ട്രേറ്റിന് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഇൻഹിബിറ്റർ ഇവിടെ വന്നു കഴിഞ്ഞു. ഇൻഹിബിറ്റർ പോയിട്ട് എന്ത് ചെയ്യുന്നു? എൻസൈമിൻ്റെ ഏതെങ്കിലും പാർട്ടിലങ്ങ് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ആക്റ്റീവ് സൈറ്റിൽ ചെറിയ മാറ്റം വരും. ഓക്കെ, അപ്പോൾ എൻസൈമും ഇൻഹിബിറ്ററും ചേർന്നൊരു കോംപ്ലക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. എൻസൈം ഇൻഹിബിറ്ററും ചേർന്നുള്ള കോംപ്ലക്സ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബൈൻഡിങ് സൈറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറിയത് കൊണ്ട് നമ്മുടെ സബ്സ്ട്രേറ്റിന് വേണ്ടതുപോലെ അങ്ങ് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. ഇതാണ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. എന്നാൽ ഈ കാണിച്ചിരിക്കുന്നതാണ് അല്ലേ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ കാര്യം മനസ്സിലാക്കി വെക്കണേ. അപ്പോൾ ഇൻഹിബിഷൻ രണ്ട് തരത്തിലുണ്ട്, നോൺ കോമ്പറ്റേറ്റീവ്, കോമ്പറ്റേറ്റീവ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആണ് കൂടുതൽ പ്രശ്നക്കാരെന്ന് മനസ്സിലാക്കുക. അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് എൻസൈമിനും സബ്സ്ട്രേറ്റിനും തമ്മിലുള്ള റിയാക്ഷൻ നടക്കുകയല്ലെങ്കിൽ അവ തമ്മിലുള്ള ബൈൻഡിങ് നടക്കാതെ തന്നെ പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഏതായാലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻഹിബിഷൻ ഒരു എക്സാമ്പിൾ ഫോർ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നൽകിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. മെലോണേറ്റ് ഈസ് സിമിലർ ടു ദ സബ്സ്ട്രേറ്റ് സക്സിനേറ്റ്. ഇപ്പോൾ രണ്ട് എന്താണ്, ഞാൻ സബ്സ്ട്രേറ്റിൻ്റെ പേര് പറയുന്നു. സബ്സ്ട്രേറ്റിൻ്റെ പേര് എന്താണ്? സക്സിനേറ്റ് എന്നാണ്. ഈ സക്സിനേറ്റിൻ്റെ ഇതേ ഷേപ്പ് കാണുന്ന മറ്റൊരു കോമ്പൗണ്ടാണ് മെലോണേറ്റ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇറ്റ് ഇൻഹിബിറ്റ്സ് സക്സിനിക് ഡീഹൈഡ്രോജനേസ്. അതായത് ഒരു എൻസൈമിൻ്റെ പേരാണ് സക്സിനിക് ഡീഹൈഡ്രോജനേസ്. യഥാർത്ഥത്തിൽ സക്സിനിക് ഡീഹൈഡ്രോജനസിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സിനേറ്റിനെ ഫ്യൂമറേറ്റ് ആക്കി മാറ്റലാണ്. സക്സിനേറ്റിനെ ഫ്യൂമറേറ്റ് ആക്കി മാറ്റുക, ഇതാണ് യഥാർത്ഥത്തിലുള്ള റിയാക്ഷൻ. സക്സിനേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫ്യൂമറേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം കോൾഡ് സക്സിനിക് ഡീഹൈഡ്രോജനേസ്. എന്നാൽ ഈ സക്സിനേറ്റിൻ്റെ എന്താ പറയുക, സക്സിനേറ്റിനെ ഫ്യൂമറേറ്റ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന സക്സിനിക് ഡീഹൈഡ്രോജനേസിന് മുകളിൽ ബൈൻഡ് ചെയ്യാൻ വരുന്ന സക്സിനേറ്റിൻ്റെ അതേ ഷേപ്പുള്ള മറ്റൊരു കോമ്പൗണ്ടാണ് മെലോണേറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെലോണേറ്റ് വന്നു കഴിഞ്ഞാൽ സക്സിനേറ്റ് ഫ്യൂമറേറ്റായി മാറില്ല. കാരണം എന്താ, സക്സിനിക് ഡീഹൈഡ്രോജനസിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ അല്ലെങ്കിൽ ബൈൻഡിങ് സൈറ്റിൽ പിന്നെ മെലോണേറ്റ് അവിടെ വന്ന് കയറിയിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, താഴത്ത് നേരത്തെ തന്നിരിക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സാമ്പിൾ ഓഫ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഭാഗമാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്, പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ എക്സാമ്പിളും അതേപോലെ തന്നെ എന്താണ് ഇൻഹിബിഷനും എന്താണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനും ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, പല മെറ്റബോളിക് സിസ്റ്റത്തിലും കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഒരു പ്രശ്നക്കാരനാണെങ്കിലും കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സിനെ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇൻ ഓർഡർ ടു കൺട്രോൾ ബാക്ടീരിയൽ പാത്തോജൻസ്. അതായത് ബാക്ടീരിയൽ പാത്തോജൻസിൻ്റെ അകത്ത് നടക്കുന്ന എൻസൈമാറ്റിക് ആക്ടിവിറ്റിയെ മനസ്സിലാക്കിയിട്ട് അവയുടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവയിലെ സബ്സ്ട്രേറ്റുമായിട്ട് റിസംബിൾ ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സിന് എന്ത് ചെയ്യും, നമ്മൾ ബാക്ടീരിയ ഉള്ള സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. പാത്തോജൻസിൻ്റെ അടുത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ പാത്തോജൻസിന് നോർമലി ആക്ട് ചെയ്യാൻ കഴിയാതെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഒരു സെൻറ്റൻസ് ആയിട്ട് മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈംസ്. എൻസൈംസിന് എങ്ങനെയാണ് ഏതൊക്കെ വിഭാഗമായിട്ടാണ് മാറ്റാൻ പറ്റുക, ക്ലാസിഫിക്കേഷൻ. നോമൻക്ലേച്ചർ മീൻസ് അവയ്ക്ക് എങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്, അത്തരം കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സോ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നീങ്ങാം. ഓക്കെ, ആദ്യ വിഭാഗം എന്നറിയപ്പെടുന്നത് ഓക്സിഡോ റിഡക്റ്റേസസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജിനേസസ് എന്നറിയപ്പെടുന്ന എൻസൈമാണ്. എൻസൈമുകളുടെ ആദ്യ വിഭാഗമാണ് ഓക്സിഡോ റിഡക്റ്റേസസ്, അതേപോലെ തന്നെ അല്ലെങ്കിൽ അവയ്ക്ക് മറ്റൊരു പേര് ഡീഹൈഡ്രോജിനേസസ്. ഓക്കെ, അപ്പം എസ് എന്നുള്ളൊരു സബ്സ്ട്രേറ്റിനെ റെഡ്യൂസ് ചെയ്യുകയും
എസ് ഡാഷ് എന്നുള്ള മറ്റൊരു സബ്സ്ട്രേറ്റിനെ, 2 സബ്സ്ട്രേറ്റുകളുള്ളതുമായിട്ട് കണക്കാക്കാം നിങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ ഒരു സബ്സ്ട്രേറ്റിനെ ഓക്സിഡൈസ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള പിന്നെ അവസ്ഥയിലാണ് നമ്മുടെ സിസ്റ്റം ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് നിലവിൽ എങ്ങനെയാണ്, റെഡ്യൂസ്ഡ് കണ്ടീഷനിലും അതേപോലെ എസ് ഡാഷ് ഓക്സിഡൈസ്ഡ് കണ്ടീഷനിലുമാണ്. എൻസൈം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എസ് ഓക്സിഡൈസ്ഡ് ആയി മാറും. എക്സ് ആദ്യമാരായിരുന്നു, റെഡ്യൂസ്ഡ് ആയിരുന്നു, അത് ഓക്സിഡൈസ്ഡ് ആയി മാറുന്നു. എസ് ഡാഷ് ആരായി മാറും, റെഡ്യൂസ്ഡ് ആയി മാറും. ഓക്കെ, ഈ തരത്തിലാണ് ഓക്സിഡോ റിഡക്റ്റേസുകളുടെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ എന്താണ് സാധാരണഗതിയിൽ കെമിസ്ട്രിയിൽ ഓക്സിഡേഷൻ റിഡക്ഷനെ കുറിച്ച് പറയാറുണ്ട്. അതേപോലെ തന്നെ ആക്ടിവിറ്റി എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്ത വിഭാഗം എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫറേസസ് ആണ്. രണ്ടാമത്തെ വിഭാഗം ട്രാൻസ്ഫറേസസ്. എസ് എന്നുള്ളൊരു സബ്സ്ട്രേറ്റിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അത് എസ് ഡാഷുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നാൽ റിയാക്ഷൻ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ട്രാൻസ്ഫറേസ് വിഭാഗത്തിൽ വരുന്ന എൻസൈമിൻ്റെ പ്രവർത്തനം കൊണ്ട് എന്ത് സംഭവിച്ചു, എസിൻ്റെ കൂടെയുള്ള ഗ്രൂപ്പ് എസ് ഡാഷിൻ്റെ കൂടെ വരികയും എസ് ഫ്രീ ആകുകയും ചെയ്തു അല്ലേ. അപ്പോൾ എസ് ഡാഷ് ജി ഗ്രൂപ്പ് വന്നു, എസ് ഫ്രീ ആയി. അടുത്ത വിഭാഗം നോക്ക്, ഹൈഡ്രോലൈസസ് ആണ്. അതായത് വാട്ടറിൻ്റെ പ്രസൻസിൽ ഒരെണ്ണത്തെ ബ്രേക്ക് ചെയ്ത് കളയണം. ഓക്കെ, എ ബി ആണ് കൂടെ ഉണ്ടായിരുന്നത്, H2O ചേർന്നു. വെള്ളത്തിൻ്റെ പ്രസൻസിൽ എ വേറെ ബി വേറെ ആയി മാറിയല്ലോ. H2Oയിലെ OH എയുടെ കൂടെയും അതേപോലെ തന്നെ HBയുടെ കൂടെയും വന്നു. ഇതാണ് സംഭവിച്ച റിയാക്ഷൻ, ഹൈഡ്രോലൈസിസ്. ഇനി ലയേസസ് എന്നുള്ള വിഭാഗമുണ്ട്. ലയേസ് നമുക്ക് വിശദീകരിക്കാം. അതായത് ബോണ്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് വരുന്നത്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ടൊക്കെ ആയി മാറിയതായിട്ട് കാണാൻ പറ്റും. ഞാൻ വിശദീകരിക്കാം. ഐസോമറീസിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഐസോമറീസ് എന്ന് പറഞ്ഞാൽ അറിയാം. നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരേ കെമിക്കൽ ഫോർമുലയും ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുലയുള്ള പലതരത്തിലുള്ള മോളിക്യൂൾസ് ഉണ്ട്, പലതരം കോമ്പൗണ്ട്സ് ഉണ്ട്. അവയെ വിളിക്കുന്നവരാണ് ഐസോമേഴ്സ്. അപ്പോൾ ഒരു ഐസോമറിനെ മറ്റൊരു രൂപത്തിലാക്കി മാറ്റിക്കളയുന്നത്, അതാണ് എന്താ പറയുക, ഐസോമറൈസുകൾ ചെയ്യുക. ABC മാറ്റിയത് കണ്ടോ, BCA ഒരു ചേഞ്ച് വരുത്തി അല്ലേ. ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആക്കി, രണ്ടിൻ്റെയും കെമിക്കൽ ഫോർമുല ഒന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന റിയാക്ഷൻ ആയിരിക്കും ഐസോമറൈസ് എന്നത്. ഇനി ലിഗേസസ് ഉണ്ട്. ലിഗേസിൻ്റെ പ്രത്യേകത സാധാരണഗതിയിൽ മോളിക്യൂൾസിനെ കൂട്ടിയോജിപ്പിക്കുന്ന ബയോളജിക്കൽ ഗ്ലൂസ് എന്നറിയപ്പെടുന്ന എൻസൈമുകളാണ് ലിഗേസ് എന്ന് പറയാം. എക്സും വൈയും വെവ്വേറെയായിരുന്നു. അവ റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് XY ആയി മാറി. അപ്പോൾ അത്തരത്തിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് എനർജിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ATP ഉപയോഗപ്പെടുത്തിയെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ കുറച്ചുകൂടെ വിശദീകരിക്കുന്നത്, ഞാനിത് ജസ്റ്റ് എന്താണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ നൽകിയിട്ടേ ഉള്ളൂ. അതൊന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കുന്നത് ചില എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് അടുത്ത സ്ലൈഡിലാണ്. നമുക്കതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ പറഞ്ഞു ഈ സ്ലൈഡിൽ ഒന്നുകൂടെ നേരത്തെ പറഞ്ഞ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു മാത്രം. ഓക്സിഡോ റിഡക്റ്റേസ് ചെയ്യുന്ന കാര്യം കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ 2 സബ്സ്ട്രേറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിച്ചു. എസ് റെഡ്യൂസ്ഡും എസ് ഡാഷ് ഓക്സിഡൈസ്ഡും ആയത് എസ് ഓക്സിഡൈസ്ഡും എസ് ഡാഷ് റെഡ്യൂസ്ഡായി മാറിയിട്ടുണ്ട്. ട്രാൻസ്ഫറൈസ് ചെയ്യുന്ന പ്രവർത്തനം പറഞ്ഞു, കാറ്റലൈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ് അല്ലേ, അതർ ദാൻ ഹൈഡ്രജൻ. ഹൈഡ്രജൻ അല്ലാത്ത ഗ്രൂപ്പുകളെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ മനസ്സിലാക്കാം. എസിൻ്റെ കൂടെയാണ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്, എസ് ഡാഷിൻ്റെ കൂടെ പ്രവർത്തിച്ചു, അതെന്തായി മാറി, എസ് ഡാഷ് ജി, എസ് ഡാഷിൻ്റെ കൂടെ ഗ്രൂപ്പ് വന്നു എന്നർത്ഥം, എസ് ഫ്രീ ആയി മാറി. ഇനി ഹൈഡ്രോലൈസ് എന്ന് പറയുമ്പോൾ കാറ്റലൈസ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, ഈതർ, പെപ്റ്റൈഡ്, ഗ്ലൈക്കോസിഡിക്, അതേപോലെ കാർബൺ ഹാലൈഡ്, അതേപോലെ ഫോസ്ഫറസ് നൈട്രജൻ ബോണ്ടുകളൊക്കെ എന്താ ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണെന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രോലൈസ് എന്നുള്ള പ്രോസസ്സിൽ. അപ്പം വാട്ടറിൻ്റെ പ്രസൻസ് അവിടെ ഉള്ളതുകൊണ്ട് AB+H2 എന്ന് പറഞ്ഞു, എയുടെ കൂടെ OHും ബിയുടെ കൂടെ Hും വന്നായിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് ലയേസസ് ആണ്. ഞാൻ പറഞ്ഞു കാറ്റലൈസ് ദ റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ബൈ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോളിസിസ്. അതായത് വാട്ടറിൻ്റെ പ്രസൻസ് ഇല്ലാതെയാണ് ഇവിടെ ബ്രേക്കിംഗ് സാധ്യമാകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതർ ദാൻ ഹൈഡ്രോളിസിസ്, ലീവിങ് ഡബിൾ ബോണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഡബിൾ ബോണ്ട് നമുക്ക് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് നേരത്തെ സൂചിപ്പിച്ചു, XC അല്ലേ, അതേപോലെ CY എന്നുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ ഇടയിലുള്ള ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് XY വേറെയും സിക്കും കാർബണിനിടയിൽ ഡബിൾ ബോണ്ടും ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, ലയേസസ് ചെയ്യുന്ന കാര്യം എന്താണ്, നോൺ ഹൈഡ്രോളിറ്റിക് എന്താ പറയുക ബ്രേക്കിംഗ് ആണെന്ന് മനസ്സിലാക്കാം. ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് വാട്ടർ ഈസ് ദെയർ, അതാണ് ഹൈഡ്രോളിസിസ്. ഐസോമറൈസിൻ്റെ കാര്യം പറഞ്ഞു, കാറ്റലൈസ് ഇൻ ദ കൺവേർഷൻ ഓഫ് ഓപ്റ്റിക്കൽ എന്താ പറയുക ജിയോമെട്രിക് ഓർ പൊസിഷൻ ഐസോമറുകളെ മാറ്റാം അങ്ങോട്ടും ഇങ്ങോട്ടും. ലിഗേസസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാറ്റലൈസ് ദ ലിങ്കിങ് ഓഫ് 2 കോമ്പൗണ്ട്സ് ആണ് ടുഗദർ അല്ലേ.
അപ്പോൾ എൻസൈംസ് വിച്ച് കാറ്റലൈസ് ജോയിനിങ് ഓഫ് ബോൺസ് ലൈക്ക് കാർബൺ ഓക്സിജൻ, കാർബൺ സൾഫർ, കാർബൺ നൈട്രജൻ, ഫോസ്ഫറസ് ഓക്സിജൻ പോലുള്ള ബോണ്ടുകളൊക്കെ എന്താണ് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്താണ് ബയോളജിക്കൽ ഗ്ലൂസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതാണ് ആരുടെ റോള്? ലിഗേസുകളുടെ റോൾ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എൻസൈമുകൾ ഏത് കാറ്റഗറി അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് വരുന്നതെന്ന് മാത്രം ജസ്റ്റ് പരിചയപ്പെടുന്നുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽഡ് നമ്മൾ ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ടോട്ടൽ കാര്യങ്ങളിലേക്ക് നമുക്കിപ്പോൾ പോകാൻ കഴിയില്ല. ബയോകെമിസ്ട്രിയിലെ വലിയൊരു എന്താണ് മേഖലയാണ് എൻസൈമുകളുടെ ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കോഫാക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്കറിയാം ഈ വീഡിയോ അല്പം ദീർഘിച്ച് പോകുന്നുണ്ടെന്ന്, കാരണം ഒന്ന് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ കോഫാക്ടേഴ്സ് എന്നുള്ള ഭാഗത്തിനായിട്ട് പ്രത്യേകം ഒരു വീഡിയോ നിങ്ങളുടേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കോഫാക്ടേഴ്സ് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണം നിങ്ങളുടെ പെർമിഷനോട് കൂടെ. ഓക്കെ, അപ്പോൾ എന്താണ് കോഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ കോഫാക്ടേഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്, കോഫാക്ടേഴ്സ് ആർ, ഫസ്റ്റ് മനസ്സിലാക്കാം, ദീസ് ആർ ദ നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യുവൻസ് bound to the enzyme to make the enzyme catalytically active. പേര് പറഞ്ഞിട്ട് പേടിയാകേണ്ട കാര്യമൊന്നുമില്ല. അതായത് സാധാരണഗതിയിൽ പ്രോട്ടീൻ ആരാ നമ്മൾ പഠിച്ചു? എൻസൈമാണ്. അപ്പോൾ എൻസൈംസ് ആരെന്ന് പറഞ്ഞു? പ്രോട്ടീനാണ്. അപ്പോൾ എൻസൈംസ് അവയുടെ കെമിക്കൽ നേച്ചർ പ്രോട്ടീനാണ്. അപ്പോൾ ഈ എൻസൈമിൻ്റെ കൂടെ പ്രോട്ടീൻ അല്ലാത്ത ചില കമ്പോണൻസും കാണാം, ചില കോൺസ്റ്റിറ്റ്യുവൻസും കാണാം, അല്ലേ? അപ്പോൾ ബൗണ്ട് ടു ദ എൻസൈം ടു മേക്ക് ദ എൻസൈം കാറ്റലിറ്റിക്കലി ആക്റ്റീവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നോൺ പ്രോട്ടീൻ പാർട്ട് കൂടെ വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? എൻസൈം കാറ്റലിറ്റിക്കലി അല്ലെങ്കിൽ ആ കാറ്റലിറ്റിക് പ്രവർത്തനം ആക്റ്റീവായി മാറുകയുള്ളൂ. അപ്പോൾ ഒരു എൻസൈം എപ്പോഴാണ് കാറ്റലിറ്റിക്കലി ആക്റ്റീവായി മാറുന്നത്? അതിൻ്റെ കൂടെ ആരും വേണം? നോൺ പ്രോട്ടീൻ പാർട്ട് കൂടെ വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ, ഒരു എൻസൈമിലെ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പോ എൻസൈം. ഒരു എൻസൈമിലെ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? അപ്പോ എൻസൈം, പ്രോട്ടീൻ പോർഷൻ ഓഫ് ദ എൻസൈം. ഇനിയോ അതിൻ്റെ കൂടെ വരുന്ന അഡീഷണൽ പാർട്ടിനെ വിളിക്കുന്ന പേര്, പ്രോട്ടീൻ അല്ലാത്ത ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ. അപ്പോൾ നമ്മൾ ആദ്യം ആരെ കാണിച്ചിരിക്കുന്നു? ഇവിടെ അപ്പോ എൻസൈം കാണിച്ചിരിക്കുന്നു. രണ്ടാമതായിട്ട് ഇത് പ്രോട്ടീൻ പാർട്ടാണ്. അപ്പോ എൻസൈം ഈസ് ദ പ്രോട്ടീൻ പാർട്ട്. ഇനി കോഫാക്ടർ എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ. ഇവ രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ ഈസ് ഈക്വൽ ടു ഹോളോ എൻസൈം. അപ്പോൾ ആക്റ്റീവായ ടോട്ടൽ എൻസൈമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഹോളോ എൻസൈം. എന്താ വിളിക്കുന്നത്? ഹോളോ എൻസൈം. അപ്പോ എൻസൈം പ്രോട്ടീൻ പാർട്ട്, കോഫാക്ടർ നോൺ പ്രോട്ടീൻ പാർട്ട്, രണ്ടും ചേർന്നാൽ ഹോളോ എൻസൈം എന്ന് വിളിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഇക്വേഷൻ പറയാം, അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ ഈസ് ഈക്വൽ ടു ഹോളോ എൻസൈം, അല്ലേ? അപ്പോൾ ഇവിടെ ആക്ച്വലി ആരായിരുന്നു? അപ്പോ എൻസൈം ഇനാക്റ്റീവ് ആയിരുന്നു. എന്നാൽ ഹോളോ എൻസൈം ആകുമ്പോൾ അത് ആക്റ്റീവായി മാറുന്നു, ബിക്കോസ് ഇറ്റ് ഹാസ് കോഫാക്ടർ വിത്ത് ഇറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ കോഫാക്ടറിൻ്റെ കൺസെപ്റ്റ് എന്താണ്. കോഫാക്ടേഴ്സ് പല ടൈപ്പ് ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിനുമുമ്പ് നിങ്ങൾ പഠിക്കേണ്ടത്, സപ്പോസ് എന്താണ് ഈ അപ്പോ എൻസൈമിൽ നിന്ന് കോഫാക്ടർ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹോളോ എൻസൈം അല്ലല്ലോ, ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഈസ് ലോസ്റ്റ്. ആ എൻസൈമിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടമാകുന്നതായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കോഫാക്ടർ എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ആദ്യം ഓർത്തു വെക്കേണ്ടത്. ഞാൻ പറഞ്ഞു കോഫാക്ടേഴ്സ് പല ടൈപ്പ് ഉണ്ട്, അതിലേക്ക് വരാം. കോഫാക്ടേഴ്സ് 3 തരത്തിലാണെന്ന് കാണാൻ പറ്റും. ഏതൊക്കെയാണ് ഈ 3 തരത്തിലുള്ളത് മനസ്സിലാക്കാം. ടൈപ്സ് ഓഫ് കോഫാക്ടേഴ്സ്, ഒന്ന് പ്രോസ്തറ്റിക് ഗ്രൂപ്പാണ്, മറ്റൊന്ന് കോ എൻസൈംസ് ആണ്, ദ ലാസ്റ്റ് ടൈപ്പ് ഈസ് മെറ്റൽ അയോൺസ്. പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈംസ്, മെറ്റൽ അയോൺസ്. പേര് പഠിച്ചു വെക്കുക, ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തെ വിഭാഗം പ്രോസ്തറ്റിക് ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. ഈ പ്രോസ്തറ്റിക് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ഇവ ഓർഗാനിക് മോളിക്യൂൾസ് ആണ് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. മാത്രമല്ല ദേ ആർ ടൈറ്റ്ലി ബൗണ്ട് ടു അപ്പോ എൻസൈം. അതായത് അപ്പോ എൻസൈം എന്ന് പറയുന്ന പ്രോട്ടീൻ പാർട്ടിൻ്റെ കൂടെ ഈ നോൺ പ്രോട്ടീൻ പാർട്ടായ ഓർഗാനിക് മോളിക്യൂൾ വളരെ ടൈറ്റ്ലി ബൗണ്ട് ആണ്. ഓക്കെ, എപ്പോഴും അങ്ങനെ കൂടി ചേർന്ന് കിടക്കുകയായിരിക്കും. ഓക്കെ, ഒന്നാമതായിട്ട് ഓർമ്മിക്കേണ്ട പോയിന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതേപോലെ തന്നെ ടൈറ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം ആണ്. 2 പോയിന്റ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൽ ആ 2 പോയിന്റ് ഓർത്തു വെക്കുക. ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയേണ്ടത്, എക്സാമ്പിൾ
ഹീം എന്നൊരു കമ്പോണൻറ്റ്. ഞാൻ ഇവിടെ ഹീം എന്താണെന്ന് എൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്കതൊന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ട് പൊസിഷൻ ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഇതാണ് ഹീം കമ്പോണൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കാർബണും ഹൈഡ്രജനും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. നിങ്ങൾ ഇതാരും കണ്ടിട്ട് തലകറങ്ങേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ സംശയം തോന്നേണ്ട ഇത് വരച്ചു വെക്കണോ എന്നുള്ളത്, നോ നീഡ്. അപ്പോൾ ഈ ഹീം എന്നുള്ള കമ്പോണൻറ്റ് എവിടെ കാണാൻ വരുന്നുണ്ട്? പെറോക്സിഡേസ് എന്നുള്ള എൻസൈമിൻ്റെ കൂടെ കാണും. പെറോക്സിഡേസിൻ്റെ കൂടെയും അതേപോലെ തന്നെ കാറ്റലൈസ് എന്നുള്ള എൻസൈം. ഇത് ഓൾമോസ്റ്റ് രണ്ടും ഒരേ ഫംഗ്ഷൻ നിർവഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എൻസൈമുകളാണ്, പെറോക്സിഡേസും അതേപോലെ തന്നെ കാറ്റലൈസും. അപ്പോൾ അവയുടെ റോൾ എന്ന് പറഞ്ഞാൽ ദ കാറ്റലൈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് H2O2. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് പെറോക്സിഡേസ് എന്ന് പേര് കിട്ടിയെന്ന് തന്നെ അറിയാം. H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആരാക്കിയിട്ട്? വാട്ടറും ഓക്സിജനും ആക്കിയിട്ട്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ H2O2വിനെ വാട്ടറും ഓക്സിജനും ആക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈമുകളാണ് കാറ്റലൈസും അതേപോലെ പെറോക്സിഡേസും. പക്ഷേ അവ ആക്റ്റീവായി മാറണമെങ്കിൽ അവയുടെ കൂടെ ഒരു കമ്പോണൻ്റ് ആവശ്യമുണ്ട്. ആ കമ്പോണൻ്റിൻ്റെ പേരാണ് ഹീം എന്ന്, അല്ലേ? ഇതൊരു ഓർഗാനിക് കമ്പോണൻ്റ് ആണ്. ഇത് എല്ലാ സമയത്തും ഇതിൻ്റെ കൂടെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിലെ ഒരു ഡയഗ്രാം നിങ്ങൾ വരക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം ഇതൊക്കെ കണ്ടിട്ട് വരച്ചു വെക്കണമെന്നുള്ളത്. നോ നീഡ്. എന്തുമാത്രം ഓർത്ത് വെച്ചാൽ മതി. വാട്ട് ഈസ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോഫാക്ടർ. ഓർഗാനിക് ആണ്, ടൈറ്റ്ലി ബൗണ്ട് ടു അപ്പോഎൻസൈം ആണ്. അപ്പോഎൻസൈമായിട്ട് എപ്പോഴും കൂടി ചേർന്നിട്ടുണ്ടാകും. എക്സാമ്പിൾ ഫോർ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഹീം ഇൻ പെറോക്സിഡേസ് ആൻഡ് കാറ്റലൈസ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എന്താണ് പെറോക്സിഡേസിൻ്റെ കാറ്റലൈസിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് H2O2 ടു വാട്ടർ ആൻഡ് ഓക്സിജൻ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോ എൻസൈംസ് ആണ്. അടുത്തതാരാണ്? കോ എൻസൈംസ്. ഈ കോ എൻസൈമിന്റെ പ്രത്യേകത അവയും ഓർഗാനിക് മോളിക്യൂൾ തന്നെയാണ്. പക്ഷേ ട്രാൻസിയന്റ് ബൈൻഡിങ് ടു അപ്പോ എൻസൈം. എന്താ വാക്ക് ഉപയോഗിച്ചത്? ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി. നേരത്തെ എന്താ പറഞ്ഞത്? ടൈറ്റ്ലി ബൗണ്ട് ടു അപ്പോ എൻസൈം ആണ്. എപ്പോഴും ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിച്ചു നിൽക്കും. പക്ഷേ ഇവിടെ ട്രാൻസിയന്റ് ബൈൻഡിങ് ടു അപ്പോ എൻസൈം എന്ന് വെച്ചാൽ ഒരു എൻസൈം എപ്പോഴാണോ പ്രവർത്തിക്കേണ്ടത് ആ സമയത്ത് മാത്രം ഒന്ന് ബൈൻഡ് ചെയ്താൽ മതി. അതാണ് ഈ ട്രാൻസിയന്റ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ. എപ്പോഴാണോ എൻസൈം പ്രവർത്തിക്കേണ്ടത് ആ സമയത്ത് മാത്രം വന്ന് ബൈൻഡ് ചെയ്യും. ഇവിടെ ഒട്ടുമിക്ക കോഎൻസൈംസിൻ്റെയും പ്രത്യേകത അവയിൽ വിറ്റമിൻസിൻ്റെ പ്രസൻസ്. മെനി കോഎൻസൈംസ് കണ്ടെയ്ൻസ് വിറ്റമിൻസ് എന്ന് കാണാൻ പറ്റും. അതിന് എക്സാമ്പിളായിട്ട് കോഎൻസൈമുകൾക്ക് എക്സാമ്പിളായിട്ട് NAD ആൻഡ് NADP എന്നുള്ളത്. ഇവിടെ നമുക്ക് ഡയഗ്രാം കാണാം. NADയും അതേപോലെ തന്നെ NADPയും. എഗൻ ഞാൻ നിങ്ങൾക്ക് ആവർത്തിക്കുന്നു. NAD മീൻസ് നിക്കോട്ടിനമൈഡ് അഡെനിൻ ഡൈന്യൂക്ലിയോടൈഡ് ആണ്. അതേപോലെ NADP അവയുടെ ഫോസ്ഫേറ്റ് കൂടെ ചേരുമ്പോഴാണ് NADP എന്ന് പറയുന്നത്. നിക്കോട്ടിനമൈഡ് അഡെനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ്, അല്ലേ? ആണ് NADP. അപ്പോൾ NADയും NADPയും ഒക്കെ ആരാണ്? കോ എൻസൈമുകൾക്ക് എക്സാമ്പിൾ ആണ്. പക്ഷേ അവയുടെ കൂടെ നമുക്ക് നിയാസിൻ എന്നുള്ള വിറ്റമിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. നിയാസിൻ ഇസ് എ വിറ്റമിൻ. നിയാസിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. ആരുടെ കൂടെ? NAD ഉണ്ട്, NADPയുടെ കൂടെ. അപ്പോൾ NADയും NADPയും ഒക്കെ കോഎൻസൈമുകൾക്ക് എക്സാമ്പിൾ ആണെന്നും അവയുടെ കൂടെ നിയാസിൻ എന്നുള്ള വിറ്റമിൻ കാണാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കുക. കോഎൻസൈമുകളുടെ പ്രത്യേകത ഓർഗാനിക് മോളിക്യൂൾ തന്നെ, പക്ഷേ എപ്പോഴാണോ എൻസൈം പ്രവർത്തിക്കേണ്ടത് ആ സമയത്ത് മാത്രം ഒന്ന് ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് ട്രാൻസിയന്റ് ബൈൻഡിങ് ആണെന്ന് മനസ്സിലാക്കാം. കമ്മിങ് ടു ദ ഫാഗ് എൻഡ് ഓഫ് ദ ചാപ്റ്റർ എന്ന് പറയാം. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം, കോഫാക്ടറിലെയും അവസാന ഭാഗം, അതായത് മെറ്റൽ അയോൺസ് ആണ്. അപ്പോൾ ദേ ഫോം എ കോർഡിനേഷൻ ബോണ്ട് വിത്ത് സൈഡ് ചെയിൻ അറ്റ് ആക്റ്റീവ് സൈറ്റ് ആൻഡ് വൺ ഓർ മോർ കോർഡിനേഷൻ ബോണ്ട് വിത്ത് സബ്സ്ട്രേറ്റ്. അതായത് സബ്സ്ട്രേറ്റുമായിട്ട് കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില മെറ്റൽ അയോൺസ് ആണെന്ന് പറഞ്ഞാൽ മതി. അതെങ്ങനെ ഏത് ഭാഗത്തുണ്ടാകുന്നതൊക്കെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു മാത്രം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവേണ്ട കാര്യമില്ല. ദേ ഫോം എ കോർഡിനേഷൻ ബോണ്ട് വിത്ത് സബ്സ്ട്രേറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് മെറ്റൽ അയോൺസിൻ്റെ റോൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർത്ത് വെക്കുക മെറ്റൽ അയോൺസിന്. സിങ്ക് മെറ്റൽ ആണെന്ന് എല്ലാവർക്കും അറിയാലോ, അല്ലേ? സിങ്ക് എന്നുള്ളത് ഒരു കോഫാക്ടറായി പ്രവർത്തിക്കും. എവിടെ? കാർബോക്സി പെപ്റ്റിഡേസ് എന്നുള്ള എൻസൈമിൻ്റെ കൂടെ. അപ്പോൾ എന്താണ് ഈ കാർബോക്സി പെപ്റ്റൈഡ് എന്ന് സംശയം വേണ്ട. അതായത് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എൻസൈമാണ് കാർബോക്സി പെപ്റ്റിഡേസ്. പക്ഷേ ഈ കാർബോക്സി പെപ്റ്റിഡേസ് എൻസൈമാറ്റിക്കലി ആക്റ്റീവായി മാറണമെങ്കിൽ സിങ്ക് കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയേണ്ടതല്ല. മെറ്റൽ അയോൺസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ മെറ്റൽസ്
അല്ലേ? ആ മെറ്റൽസ് ചെയ്യുന്ന പണി എന്താണ്? ഒരു കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കും. അതായത് എപ്പോഴും എൻസൈം പ്രവർത്തിക്കുന്ന സമയത്ത് സബ്സ്ട്രേറ്റുമായിട്ടൊരു കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കും, അല്ലേ? അപ്പോൾ എന്താണ്, എൻസൈമിനും അതേപോലെ തന്നെ സബ്സ്ട്രേറ്റും ഇടയിലുള്ള ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കാൻ അതിന് കഴിയും. ഓക്കെ, ഏതായാലും അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മെറ്റൽ അയോണിന് എക്സാമ്പിളായിട്ട് സിങ്ക് പറയാം. പക്ഷേ സിങ്ക് എല്ലാ എൻസൈമിൻ്റെയും കൂടെ കോ ഫാക്ടറാണോ? നെവർ. ആരുടെ കൂടെയാണ്? കാർബോക്സി പെപ്റ്റിഡേസ് എന്നുള്ള പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് ആയ എൻസൈമിൻ്റെ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലാക്കുക. വീണ്ടും നിങ്ങൾ ഡയഗ്രാം വരയ്ക്കേണ്ടെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം കഴിഞ്ഞ ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ അത് വരക്കണോ അത് വരക്കണോ, എൻ്റെ പ്രസൻറ്റേഷനിൽ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രസൻറ്റേഷനെ ഭംഗിയാക്കാനും നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് മാത്രം. ഞാൻ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ടെക്സ്റ്റുമായിട്ടൊരു ബന്ധം വേണം. അപ്പോൾ ആ ടെക്സ്റ്റിൽ ഏതെങ്കിലുമൊക്കെ ഡയഗ്രാം ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ടിലേക്ക് വരച്ച് വെച്ചോളൂ. കാരണം അത് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതാണ് ഓർക്കേണ്ടത്. അവസാന ഭാഗം നമുക്ക് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് കാണുന്നു. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കട്ടെ. ഏതായാലും ഈ ചാപ്റ്ററോട് അവസാനിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വിവിധ വീഡിയോസിലായിട്ട് 8 വീഡിയോസ് എന്ന് പറയാം, ബയോമോളിക്യൂൾ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മൊത്തം ലിങ്ക് ഒരുമിച്ച് അവൈലബിൾ ആകണമെങ്കിൽ ഒരു പ്ലേലിസ്റ്റായിട്ട് നൽകാം. അപ്പോൾ ഏതായാലും ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, തുടർന്നുള്ള പഠനത്തിന് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈവൻ സെക്കൻഡ് ഇയറിൽ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഈ വർഷം തന്നെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ പോലുള്ള ചാപ്റ്ററൊക്കെ പരിചയപ്പെടുന്ന സമയത്തും ഇതിൻ്റെ ചില ബേസിക്സ് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ബോണസ് കൂടെ എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മോറോർലെസ് സിമിലർ ആയിട്ട് സെക്കൻഡ് ഇയറിൽ 2ാം വർഷം കെമിസ്ട്രിയിലെ ചാപ്റ്ററായിട്ട് വരാൻ പോകുന്നു. കെമിസ്ട്രിയിൽ ബയോമോളിക്യൂൾ എന്നൊരു ചാപ്റ്റർ തന്നെ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് എക്സ്ട്രാ റിയാക്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്, കുറച്ച് ചില കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനുണ്ട്. നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലത് പഠിക്കാതിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും സാധാരണഗതിയിൽ സെക്കൻഡ് ഇയറിൽ ബയോമോളിക്യൂൾസ് കെമിസ്ട്രി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് പറയാറുള്ളത്, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ സുവോളജിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ബയോളജിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിനെ സമീപിച്ചുകൊണ്ട് പോകണം. ഏതെങ്കിലും നിങ്ങൾക്ക് ഭാഗങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മുൻകഴിഞ്ഞ വീഡിയോസൊക്കെ കൃത്യമായിട്ട് കണ്ടു നോക്കുക, നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, നോട്ട്സ് കൃത്യമായിട്ട് കൊണ്ടുപോകുക. ഏതായാലും ക്ലാസ് അവസാനിപ്പിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തട്ടെ. സോ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു വെരി മച്ച്.